സിമ്പിൾ ഹിന്ദി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് 9th ഹിന്ദി ഫസ്റ്റ് യൂണിറ്റിൻ്റെ അകത്തുള്ള സെക്കൻഡ് ചാപ്റ്റർ ബഹുത്ത് ദിനോं के बाद കവിതയുടെ ആക്ടിവിറ്റീസൊക്കെ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസലോं की मुस्कान से क्या तात्पर्य है? വിളവിൻ്റെ പുഞ്ചിരി എന്നതുകൊണ്ട് എന്താണ് കവി അർത്ഥമാക്കുന്നത്? അതായത് പകി ഹുയി ഫസലോം ധൂപ് മേ ചമക്തി ഹെ, വിളഞ്ഞു നിൽക്കുന്ന വിളവുകൾ വെയിലത്തൊക്കെ നല്ല തിളങ്ങും. തബ് കവി സോച്തേ ഹെൻ കി ഹരേ ഭരേ കേത്തോം കെ ഫസൽ സോനെ കെ രംഗ് കെ സമാൻ സമൃദ്ധ ഹെ, നല്ല പച്ചപ്പുള്ള ആ വയലിൽ വിളഞ്ഞു നിൽക്കുന്ന വിളവ് സ്വർണത്തിൻ്റെ നിറം പോലെ സമൃദ്ധമാണ് എന്ന്. ദാൻ കൂട്ടത്തി കിശോരിയോ കി കോകിലകണ്ടി താൻ, ധാന്യങ്ങൾ കുത്തുന്ന ബാലികമാരുടെ മനോഹരമായിട്ടുള്ള ആ നാദം എന്നതുകൊണ്ട് എന്താണ് താങ്കൾക്ക് മനസ്സിലാവുന്നത്? ആപ്പിനെ ക്യാ സമച്ച എന്താണ് മനസ്സിലാക്കിയത്? അതായത് ബഹുത്ത് ദിനോं के बाद കവി സുൻ പായ ദാൻ കൂട്ടത്തെ യാ മെഹനത്ത് കർത്തേ സമയ് യുവതിയ മധുർ ഗീത് ഗാത്തി ഹെ, നെല്ല് കുത്തുമ്പോഴും അല്ലെങ്കിൽ കഠിനാധ്വാനം ചെയ്യുമ്പോഴും അവർ മനോഹരമായ പാട്ടുകൾ പാടുന്നു. വോ ഗീത്, ആ പാട്ട് കവി കെ മൻമേ ബഹുത് ആനന്ദ് ബനായ, കവിയുടെ മനസ്സിൽ അതിൻ്റെ ആ നാദം വളരെയധികം ആനന്ദമുണ്ടാക്കി എന്ന് മനസ്സിലാക്കാം. അടുത്തത് ഗംവൈ പകഡണ്ടി കി ചന്ദന വർണ്ണേ ദോൾ വഹാം ഗാവ് കാ കോൺസാ ചിത്ര പ്രകട ഹോത്ത ഹെ. അപ്പോൾ ഗ്രാമത്തിലെ ഒറ്റടിപ്പാതയിലുള്ള ആ ചന്ദന നിറത്തിലുള്ള പൊടി അല്ലെങ്കിൽ മണ്ണ് ഇവിടെ ഗ്രാമത്തിലെ എന്തിനെക്കുറിച്ചാണ് ചിത്ര പ്രകട ഹോത്ത ഹെ, എന്ത് ചിത്രമാണ്, എന്ത് രീതിയിലാണ് കവി ഇവിടെ പ്രകടമാക്കിയിട്ടുള്ളത് എന്നാണ് ചോദ്യം. എന്തായിരിക്കും ആൻസർ? എഹാം കവി ഗാവ് കി ഗലിയോ കി സുന്ദരത വർണ്ണൻ കർത്ത ഹെ, ഇവിടെ കവി ഗ്രാമത്തിലെ ആ തെരുവിലുള്ള സൗന്ദര്യമാണ് ഇവിടെ വർണ്ണിച്ചിട്ടുള്ളത്. അതായത് ഗലിയോ കി മിട്ടി യാ തോൾ, ആ ഒറ്റടിപ്പാതയിലുള്ള മണ്ണ് അല്ലെങ്കിൽ ആ പൊടി ചന്ദന വർണ്ണക്കെ സമാൻ അല്ലെങ്കിൽ സോനേക്കെ രംഗക്കെ സമാൻ കവിക്കോ അനുഭവ് ഹുവ, ചന്ദനപ്പൊടിയുടെ അല്ലെ ചന്ദന നിറത്തിന് സമമായിട്ട് ആ മണ്ണ് അല്ലെങ്കിൽ ആ പൊടിയെ കവിക്ക് അനുഭവമുണ്ടായി, അതിന് സമമായിട്ട് എന്നർത്ഥം. ചിലപ്പോൾ 1 മാർക്കിനോ 2 മാർക്കിനോ ഈ 3 ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. ശ്രദ്ധിച്ച് പഠിക്കുക. ഓക്കെ. അടുത്തത് ചർച്ചാക്കരെ, നമുക്ക് ചർച്ച ചെയ്യാം എന്ന് പറയും പോലെ. അബ് കി മൈനെ ജീബർ ദേക്കി അബ് കി മൈ ജീബർ സുൻ പായ, ഇവിടെ ജീബർ എന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കാം? കവിതാമേ ജീബർ ശബ്ദ കാ പ്രയോഗ ബാർ ബാർ ഹുവാ ഹെ, അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ജീബർ ഇസ്കി വിശേഷത പർ ചർച്ച കരെ, എന്താണ് ഇതിൻ്റെ വിശേഷത എന്നതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ ജീബർ എന്ന് പറഞ്ഞാൽ മൻബർ എന്ന് പറഞ്ഞാൽ മനസ്സ് നിറയെ, കണ്ടു അതുപോലെ കേട്ടു എന്ന് പറയുമ്പോൾ ഓരോ വരികളിലും നമ്മൾ ജീബർ എന്ന് കവി പറഞ്ഞിട്ടുണ്ട്. ജീബർ സുൻ പായ ദേഖി, അതായത് സുൻഹലി പഗി, സുൻഹലി ഫസലോं की മുസ്കാൻ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കോകിലകണ്ടി താൻ, അത് കേട്ടു. അതുപോലെ ബർ സൂങ്കെ, ജീബർ സൂങ്കെ എന്ന് പറഞ്ഞാൽ മൗൽസരിക്കെ ഫൂൽ സൂങ്കെ, ഇതൊക്കെ അത്രയും എല്ലാത്തിലും മനസ്സ് നിറയെ ആസ്വദിച്ചു എന്നർത്ഥം. बहुत दिनों के बाद कवि को अपने गाँव की सौंदर्य पर मन भर खुशी या संतुष्टि मिला എന്ന് മനസ്സിലാക്കുക. അതായത് ഗ്രാമത്തിലെ സൗന്ദര്യം കവിയുടെ മനസ്സിന് സന്തോഷവും സംതൃപ്തിയും ഉണ്ടാക്കി. നെക്സ്റ്റ് നോക്കാം. कवि ने कविता में कई विशेष अर्थ वाली पंक्तियों का प्रयोग किया, ऐसी पंक्तियाँ पहचान कर लगे. കവി ഈ കവിതയിൽ കുറേ വിശേഷം പ്രത്യേകിച്ചുള്ള അർത്ഥങ്ങൾ ഉള്ള വരികൾ പ്രയോഗിച്ചിട്ടുണ്ട്. ഏതൊക്കെയായിരിക്കും ആ വരികൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എക്സാമ്പിൾ, കിശോരിയോ കി കോകിലകണ്ടി താൻ എന്ന് പറഞ്ഞാൽ ബാലികമാരുടെ കുയിലിൻ്റെ നാദം പോലുള്ള ആ സ്വരം, ആ ശബ്ദം, പാട്ടിൻ്റെ സ്വരം എന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ കവിതയിലേക്ക് നമുക്ക് നോക്കാം. പകി സുൻഹലി ഫസലോं की മുസ്കാൻ, നല്ല വിളഞ്ഞു നിൽക്കുന്ന ആ വിളവിൻ്റെ പുഞ്ചിരി. അതുപോലെ മൗൽസരിക്ക് ഡേർ ഡേർ സെ താസെ ടടക്കെ ഫൂൽ, ഇലഞ്ഞി മരത്തിലുള്ള ആ ഇലഞ്ഞിപ്പൂക്കൾ, കൂമ്പാരക്കണക്കിന് ഉള്ള മനോഹരമായിട്ടുള്ള ഇലഞ്ഞിപ്പൂക്കൾ എന്നും പറയാം. അതുപോലെ അബ് കി ഗംവൈ പകടണ്ടിക്ക് ചന്ദന വർണ്ണേതോൾ,
ആ ഒറ്റയടിപ്പാതയിലുള്ള ചന്ദന നിറത്തിലുള്ള ആ മണ്ണ് അല്ലെങ്കിൽ പൊടി. താഴ്മഖാന ഖായ ഗന്നെ ചൂസെ ജീബർ എന്നുള്ള ആ വരികളും പ്രത്യേകിച്ചും ഓർമ്മിക്കുക. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. സമാന ആശയവാലെ പങ്ക്തിയാം കവിതാസെ ചുൻകർ ലിഖെ. തന്നിരിക്കുന്ന ഓരോ വരികളിലെയും സെയിമായിട്ടുള്ള മീനിങ് വരുന്ന വരികൾ കവിതയിൽ നിന്നും കണ്ടെടുത്തെഴുതുക. ചുന്ന എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുത്തെഴുതുക. കേത്ത് സ്വർണ്ണവർണ്ണേ ഫസലോംസെ സമൃദ്ധി. എല്ലാവർക്കും ഇത് മനസ്സിലാക്കാം. നമ്മൾ ഫസ്റ്റ് ഭാഗം പഠിച്ചതാണ്. ഏതായിരിക്കും വരി? ഓർക്കുന്നുണ്ടല്ലോ, പകി സുൻഖലി ഫസലോങ്കി മുസ്കാൻ. ആ തന്നിരിക്കുന്ന വരികളിൽ ഏതെങ്കിലും ഒരു വേർഡ് ചിലപ്പോൾ ആ നമ്മുടെ കവിതയിൽ ഉണ്ടാവും. പെട്ടെന്ന് അത് മനസ്സിലാക്കി ചെയ്യുക. 1 2 മാർക്കിന് ചോദിക്കാം. നെക്സ്റ്റ്, ഗ്രാമീണ ബാലായ മെഹനത്ത് കർത്തെ ഹുയെ മധുർ ഗീത് ഗാത്ത ഹെ. അപ്പോൾ നമുക്കറിയാലോ, ആരൊക്കെയായിരുന്നു? കിശോരിയോ കോകില കണ്ടീത്താൻ എന്നുള്ള വരികൾ പഠിച്ചോർക്കുന്നില്ലേ? അതാണ് ദാൻ കൂട്ടത്തി കിശോരിയോ കി കോകില കണ്ടീത്താൻ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അതുപോലെ തൻ മൻ കോ ഊർജ ദേനേവാല ഖുശ്ബു ഫൈൽ ജാതി ഹെ. അപ്പോൾ അവിടെ സുഗന്ധം എന്നുള്ള വാക്കിൻ്റെ അർത്ഥമാണ്. നമുക്ക് ഏത് വരിയാണ് വരിക എന്ന് ഓർക്കുക. മൗൽസരി അല്ലെ, ഇലഞ്ഞി മരത്തിലുള്ള ഇലഞ്ഞി പൂക്കളുടെ ആ ഫ്രഷായ മണമാണ് ഇവിടെ കവി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ വരിയാണ് എടുത്ത് എഴുതേണ്ടത്. അപ്പോൾ ടെസ്റ്റ് നോക്കി ക്വസ്റ്റ്യൻ പേപ്പർ വന്നു കഴിഞ്ഞാൽ ആ വരികൾ ശ്രദ്ധിച്ച് ആ വരികൾ നോക്കി എഴുതിയാൽ തെറ്റില്ലാതെ മാർക്ക് വാങ്ങിക്കാം. ഗാവ് കി ഗലിയോ കി സുൻഖലി ധൂളിക്ക എഹസാസ്. ഗ്രാമത്തിലെ ഒറ്റയടിപ്പാതിലൂടെ പോകുമ്പോൾ സ്വർണ്ണ വർണ്ണമുള്ള പൊടിയുടെ ഒരനുഭവം, എഹസാസ്. ഏതായിരുന്നു? നമ്മളിപ്പം വായിച്ചതാണ്. അബ് കി മൈ ജീബർ ചൂപ്പായ അപ്പനെ ഗംബൈ പകടണ്ടിക്ക് ചന്ദന വർണ്ണേ ധൂൾ. ഇവിടെ ഗംബൈ എന്നത് പറഞ്ഞാണ് ഗാവ് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. നെക്സ്റ്റ്, മൻ പസന്ത് ദേഹാത്തി ഖാന ചകനേക്ക മൗക്ക മില. മൻ പസന്ത് എന്ന് പറഞ്ഞാൽ മനസ്സിന് ഇഷ്ടപ്പെട്ട ഗ്രാമീണ ഭോജൻ കഴിച്ചത് എന്താണെന്ന് ഓർക്കുന്നുണ്ടല്ലോ? ഏതായിരുന്നു? അബ് കി മൈനെ ജീബർ അല്ലേ, തൻ്റെ മനസ്സ് മുഴുവനും. അല്ലെങ്കിൽ താഴ്മഖാന ഖായ, താഴ്മഖാന കഴിച്ചു. എങ്ങനെ? ഗന്നെ ചൂസെ ജീബർ എന്നുള്ള ഈ 2 വരികളും അതെടുത്തെഴുതണം. എങ്കിൽ മാത്രമേ ആ മാർക്ക് ഓക്കെ ആവുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഭാഗം വരുന്നത് കവിതാസെ ഇൻ പദോं की വിശേഷത സൂചി കർണേ വാലെ ശബ്ദ പഹചാൻ കർ ലിഖെ. കവിതയിൽ നിന്നും ഈ വരികൾ വരുന്ന, അതായത് വിശേഷൻ ശബ്ദ, അതാണ് വിശേഷത. സൂചിത് കർണേ വാലെ ശബ്ദ, വസ്തുओं की വിശേഷത ബതാനെ വാലെ ശബ്ദമാണ് വിശേഷൻ എന്ന് നമുക്ക് പറയാം. ഒരു വസ്തുവിനെ വിശേഷിപ്പിക്കുന്നതാണ് ഇതിൻ്റെ വിശേഷണം. ഏത് വസ്തുവിനെയാണോ വിശേഷിപ്പിക്കുന്നതാണ് വിശേഷൻ ശബ്ദ. എക്സാമ്പിൾ പറയാം, സുന്ദർ ഫൂൽ എന്ന് നമുക്ക് പറയാം, മനോഹരമായ പൂവ്. ഇതിനെ പൂവിൻ്റെ സൗന്ദര്യം ആണ് അവിടെ വിശേഷിപ്പിക്കുക. പൂവിനെയാണ് സുന്ദരമായിട്ടെന്ന് പറയുന്നത്. ഇവിടെ സുന്ദർ എന്നാണ് ഇവിടെ വിശേഷം വരിക. അതുപോലെ നീല ആകാശ്, ഇവിടെ എന്താണ് വിശേഷൻ? നീല നിറമുള്ള ആകാശം അല്ലേ, ആകാശത്തെ വിശേഷിപ്പിക്കുന്നത് എന്താണ്? നീല. അപ്പോൾ ഫസ്റ്റ് വരുന്ന നീല എന്നാണ് വിശേഷണം ഇതിൻ്റെ. അതുപോലെ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കിത് വായിക്കാം. ഫസൽ, അതുപോലെ താൻ, ഫൂൽ, ധൂൾ. ഈ 4 പോയിന്റും നമ്മൾ കവിതയിലൂടെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. സുൻഹലി ഫസൽ, ഓക്കെ, ഇപ്പോൾ സ്വർണ്ണ നിറമുള്ള വിളവ്. അതുപോലെ തന്നെ താൻ, കോകില കണ്ടി താൻ. അവിടെ കോകില കണ്ടിയാണ് എന്ത്? വിശേഷൻ ശബ്ദം. താസെ ടടക്കെ ഫൂൽ അല്ലേ, ഫൂലിനെ വിശേഷിപ്പിക്കുന്നത് എന്താണ്? താസെ ടടക്കെ, അതാണ് അതിൻ്റെ വിശേഷൻ. അതുപോലെ ചന്ദന വർണ്ണേ ധൂൾ, ചന്ദന നിറമുള്ള പൊടിയാണ്, മണ്ണാണ്. അപ്പോൾ മണ്ണിനെ വിശേഷിപ്പിക്കുന്നത് ചന്ദനവർണ്ണേ. പെട്ടെന്ന് മനസ്സിലാക്കാൻ വിശേഷൻ ശബ്ദം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റിൽ എന്താണോ വാക്കുള്ളത് അതെടുത്ത് എഴുതിയാൽ തന്നെ നമുക്കൊരു മാർക്ക് കിട്ടാവുന്നതാണ്. അടുത്തത് കവിതാക്ക ആശയലിഖെ. ആശയം കഴിഞ്ഞ വീഡിയോ നമ്മൾ പാർട്ട് 2-ലും ജസ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. വായിച്ച് നോക്കുക, മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, അതുപോലെ കവിതാ സങ്കലൻ കരെ. സ്വന്തം നിങ്ങൾ ചെറിയ കവിതകൾ ശേഖരിക്കണം. എങ്ങനെ? എന്താണ് ചോദ്യം? പ്രകൃതി പ്രേമിക്ക ചിത്രൻ കർണേവാലി അനേക കവിതായ ഹെ. പ്രകൃതി സ്നേഹത്തെക്കുറിച്ചുള്ള ഒരുപാട് കവിതകളുണ്ട്, ചെറിയ ചെറിയ കവിതകളിൽ ഉണ്ടാക്കണം. ഐസി കവിതാവുക സങ്കലൻ. അപ്പം നമ്മളിപ്പോൾ പഠിച്ചത് പ്രകൃതി പ്രേമം അല്ലേ, ഗ്രാമത്തെക്കുറിച്ചാണ് നല്ല വർണ്ണിച്ചത് കവി. അതുപോലെ കവിതാവുക സങ്കലൻ കരെ और कक्षा में प्रस्तुत करें. അത് സ്വയം കണ്ടെത്തി ഉണ്ടാക്കുകയാണ് വേണ്ടത്. ചെറിയൊരു കവിത നമുക്ക് എഴുതി നോക്കിയാലോ? പ്രകൃതിയെക്കുറിച്ചുള്ള
സുന്ദരമായൊരു ചെറിയൊരു കവിത എഴുതി നോക്കാം. അപ്പോൾ കവിത എഴുതുമ്പോൾ നമുക്കൊരു ഹെഡിങ് അത്യാവശ്യമാണ്, ശീർഷക്. ചെറിയൊരു കവിത. ഝം 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 ബാദൽ ബർസെ, ഛം 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 ഗിർത്തി ബൂന്ദേ, ഹരിയാലി സേ ഖുശി മനാത്തി, പ്രകൃതി കിത്തന സുന്ദർ ബനാത്തി, വർഷാ നഹീ ആ ബാദൽ നഹീ തോ സൂക്കാ रूखा रहती प्रकृति, पेड़ पौधे तो खुशी न होंगे हमें खुशी न देती प्रकृति. ഇവിടെ ബാദൽ, ക്ലൗഡ്, കാർമേഘം ഇങ്ങനെ വർഷിക്കുന്ന ശബ്ദമാണ് ചമ ചമ ചമ. അതുപോലെ ബൂന്ദേ, മഴത്തുള്ളികൾ, തുള്ളികളായി വെള്ളം ഇങ്ങനെ ഉറ്റി വീഴുന്നതാണ് ചമ ചമ എന്നുള്ള വാക്ക്. അതുപോലെ ഹരിയാലി, പച്ചപ്പ്, നല്ല നമ്മുടെ പ്രകൃതി ആകമാനം പച്ചപ്പ് വരികയും അങ്ങനെ പ്രകൃതി എത്ര മനോഹരമായിരിക്കുന്നു. എങ്കിലും വർഷ, മഴയില്ല, മേഘമില്ല. അങ്ങനെയാണെങ്കിൽ സൂക്കാരൂക്കാരകത്തി, ആകെ വരണ്ടിരിക്കും, ഡ്രൈ ആയിരിക്കും നമ്മുടെ പ്രകൃതി. അപ്പോൾ പേട് പൗതേ, വൃക്ഷങ്ങളും ചെടികളൊക്കെ സന്തോഷമില്ലാതെയാകുന്നു. ഹമേം കുശീന ദേത്തി പ്രകൃതി, ഈ പ്രകൃതിയിൽ നല്ലൊരു ജീവിതം അല്ലെങ്കിൽ നല്ലൊരു സന്തോഷം ഈ പ്രകൃതി നമുക്ക് തരില്ല എന്നുപോലെ ചെറിയൊരു കവിത സ്വന്തം ഉണ്ടാക്കി നോക്കുക. ഇങ്ങനൊരു കവിത എഴുതിയിട്ട് ഇതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടാക്കുക, ആശയം എഴുതുക. അങ്ങനെ നമ്മൾ സ്വന്തം ഉണ്ടാക്കി പഠിക്കുകയാണെങ്കിൽ കവിതയൊക്കെ ഓക്കെ ആവുന്നതാണ്.